സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചു. അദ്ദേഹം സാങ്കേതികമായി നിലവിലുള്ള സർക്കാരിനെതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിവിദഗ്ധമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രധാന പ്രചാരണ ആയുധങ്ങളുടെ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങളുടെ നാരായ പേരിൽ വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ ചർച്ചയിൽ സംസാരിച്ചത്. അതായത് എന്തുകൊണ്ട് ലോഡ് ഷെഡിങ് നമുക്കുണ്ടായില്ല, അതേപോലെ റേഷൻ വിതരണത്തിൽ മുടക്കം സംഭവിച്ചില്ല, അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്തത് മുഴുവൻ ഭരണഘടനയിലെ മർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, ഒരു പൗരൻ എന്ന നിലയിലാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നതും പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനായത്ത സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പങ്കെടുക്കുന്നതിലും കുഴപ്പമുണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഡോക്ടർ ബി അശോക് ഇത്ര ധൈര്യപൂർവ്വം ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്.